സിപിഐഎം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് ഉജ്ജ്വല തുടക്കം. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ വിശാല മുന്നണി രൂപപ്പെടുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ മാറ്റം ഉൾക്കൊണ്ട് ബിജെപിക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. കെ ലതീഷ് നൽകും സമഗ്രമായ റിപ്പോർട്ട്. പ്രതിനിധി സമ്മേളനം നടക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ മുതിർന്ന അംഗം ടി.പി. ദാസൻ പതാക ഉയർത്തിയതോടെയാണ് 3 ദിവസം വടകരയിൽ നടക്കുന്ന കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്. പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ വിശാല മുന്നണി രൂപപ്പെട്ടതായി പിണറായി പറഞ്ഞു. 2021 എല്ലാ കള്ളപ്രചാരണവേലയെയും അതിജീവിച്ചാണ് LDF തുടർഭരണം നേടിയത്. എന്നാൽ ഇപ്പോഴും കള്ളപ്രചാരണങ്ങൾ തുടരുന്നു. അവ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നാം കാണുന്നതെന്നും പിണറായി പറഞ്ഞു. നമ്മുടെ രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് BJPക്കെതിരായി വോട്ട് സമാഹരിക്കുന്നതിനുള്ള നിലപാടല്ല കോൺഗ്രസ് സ്വീകരിക്കുന്നത്. രാജ്യത്തിനകത്ത് വലിയ തോതിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുണ്ട്. ആ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു വസ്തു കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നില്ല. പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചു പോകുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങളെയും പ്രത്യയശാസ്ത്ര കടന്നാക്രമണങ്ങളെയും പ്രതിരോധിക്കണമെന്ന് CPIM ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കോർപ്പറേറ്റ് ഹിന്ദുത്വ ശക്തികൾക്കെതിരെ കേരളത്തിൻ്റെ ബദൽ നയങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് ശക്തി പകരണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. 484 പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും കേന്ദ്ര സംസ്ഥാന നേതാക്കളുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് പൊതുചർച്ചയും ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. നാളെയും പൊതുചർച്ച തുടരും. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ സമ്മേളന കാലയളവിന് ശേഷം പാർട്ടി വലിയ മുന്നേറ്റം നടത്തിയതായി P. മോഹനൻ മാസ്റ്റർ അവതരിപ്പിച്ച റിപ്പോർട്ട് പറയുന്നു. കെ ലതീഷാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്.